ഡൽഹിയിലും ബീഹാറിലും ഭൂചലനം ഉണ്ടായെന്ന വാർത്ത 4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് രണ്ടിടത്തും ഉണ്ടായത്. തുടർ ചലനങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശം കൊടുത്തു. ഈ ഡൽഹിയിലുണ്ടായ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം ഡൽഹി തന്നെയാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള ഒരു നമ്പർ ഡൽഹി പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട്. വിനീത വിജി വിവരങ്ങളുമായി ഫോണിൽ ചേരുന്നു. വിനീത, പറയൂ, ആ നമ്പർ ആദ്യം പറയൂ. SKN 112 എന്നുള്ളതാണ് ആ നമ്പർ. അടിയന്തര സാഹചര്യങ്ങളിൽ നേരിടുന്ന ജനങ്ങൾക്ക് ഈ നമ്പറുമായി ബന്ധപ്പെടാമെന്നാണ് ഡൽഹി പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ അങ്ങനെ അപകടകരമാവിധമുള്ള റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഒരു പ്രകമ്പനമുണ്ടായ സാഹചര്യത്തിൽ പിന്നീട് തുടർ ചലനങ്ങൾ കൂടി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ഹെൽപ്പ് ലൈൻ നമ്പർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 112 ആ നമ്പർ. ഏതെങ്കിലും ആളുകൾക്ക് ബുദ്ധിമുട്ടുകളോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര സേവനത്തിനോ ആവശ്യമെങ്കിൽ ഡൽഹി പോലീസുമായി ബന്ധപ്പെടാം. അവർക്ക് ഈ ഹെൽപ്പ് ലൈൻ നമ്പറായ 112 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാമെന്നാണ് പോലീസ് ഇപ്പോൾ വിവരം നൽകിയിരിക്കുന്നത്. ഇന്ന് ഡൽഹിയിൽ പുലർച്ചെ 5:37 ഭൂചലനം ഉണ്ടായത്. ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രവും ഡൽഹി തന്നെയാണ്. ഒരുപക്ഷെ ഈ അടുത്തിടെ ആദ്യമായാണ് ഈ ഡൽഹി പ്രഭവ കേന്ദ്രമായി വരുന്നത്. പണ്ട് ഈ അഫ്ഗാനിലൊക്കെ ഈ ഭൂചലനം ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു പ്രകമ്പനം ഡൽഹിയിൽ അനുഭവപ്പെടുമെങ്കിലും ഇതാദ്യമായാണ് പ്രഭവ കേന്ദ്രം ഡൽഹി ആവുന്നത്. റിക്ടർ സ്കെയിലിൽ 4 തീവ്രത ഡൽഹിയിലെ ഭൂചലനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 5 മുകളിലേക്ക് വരുമ്പോഴാണ് അത് തീവ്ര വിഭാഗത്തിലേക്ക് വരുന്നത്. ഇത് തീവ്ര വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും 5 കിലോമീറ്റർ താഴെയാണ് ഈ പ്രഭവ കേന്ദ്രം ഉണ്ടായിരിക്കുന്നത്. ഡൽഹിക്ക് പിന്നാലെ ബീഹാറിലും ഭൂചലനം ഉണ്ടായി. രാവിലെയാണ് ഭൂചലനം ഉണ്ടായത്. ബീഹാറിലെ സിവാനിലാണ് ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 4 രേഖപ്പെടുത്തിയിരിക്കുന്നത്.